Hello friends, welcome back to Star Live Tech. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് Motorola One Fusion എന്ന ഡിവൈസിന്റെ റിവ്യൂ ആണ്. അപ്പോൾ നമുക്ക് ടൈം ഒന്നും വേസ്റ്റ് ചെയ്യാതെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, പിന്നെ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നമ്മൾ ഈ ഒരു ഡിവൈസിന്റെ ഡിസ്പ്ലേ കുറിച്ച് നോക്കുന്ന സമയത്ത് 6.5 ഇഞ്ചിന്റെ HD+ IPS LCD ഡിസ്പ്ലേ ആണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. നമുക്കൊരു വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈൻ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിന് കൊടുത്തിരിക്കുന്നത്. ഏകദേശം 81.5% സ്ക്രീൻ ടു ബോഡി റേഷ്യോ നമുക്ക് ഈ ഒരു ഡിവൈസിൽ അവൈലബിൾ ആണ്. 720x1600 പിക്സൽസ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ റെസൊല്യൂഷൻ വരുന്നത്. അതുപോലെ തന്നെ 20:9 എന്ന ആസ്പെക്ട് റേഷ്യോയിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. അതുപോലെ തന്നെ 270 പിക്സൽ പെർ ഇഞ്ച് ഡെൻസിറ്റിയുമാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. ബിൽഡ് ക്വാളിറ്റിയെ കുറിച്ച് നോക്കുന്ന സമയത്ത് പ്ലാസ്റ്റിക് ഫ്രെയിമും പ്ലാസ്റ്റിക് ബാക്ക് ബോഡിയുമാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് ഏകദേശം 202 ഗ്രാംസ് ആണ്. ഇനി നമ്മൾ പെർഫോമൻസിലേക്ക് വരുന്ന സമയത്ത് ക്വാൾകോമിന്റെ സ്നാപ്ഡ്രാഗൺ 710 എന്ന ചിപ്സെറ്റ് ആണ് ഈ ഒരു ഡിവൈസിൽ വരുന്നത്. അതുപോലെ തന്നെ ADRENO 616 ആണ് ഈ ഒരു ഡിവൈസിന്റെ GPU. പിന്നെ സ്റ്റോക്ക് ആൻഡ്രോയിഡ് ആണ് ഈ ഒരു ഡിവൈസിൽ വരുന്നത്. Android 10 ബേസിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ റൺ ചെയ്യുന്നത്. ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് 4GB RAM ആൻഡ് 64GB ഇന്റേണൽ സ്റ്റോറേജ് എന്നൊരു വേരിയന്റ് ആണ് വരുന്നത്. ഇനി നമ്മൾ ഈ ഒരു ഡിവൈസിന്റെ ക്യാമറയെ കുറിച്ച് നോക്കുന്ന സമയത്ത് റിയർ സൈഡിൽ ക്വാഡ് ക്യാമറ സെറ്റപ്പ് തന്നെയാണ് വരുന്നത്. നമ്മുടെ Motorola One Fusion Plus എന്ന ഡിവൈസിന്റെ ആ ഒരു സെയിം ക്യാമറ ഡിസൈനും കാര്യങ്ങളാണ് ഈ ഡിവൈസിന് വരുന്നത്. പ്രൈമറി സെൻസർ 48 മെഗാപിക്സൽ ആണ്. f1.7 ആണ് അപ്പർച്ചർ വരുന്നത്. പിന്നെ ഒരു 8 മെഗാപിക്സലിന്റെ അൾട്രാ വൈഡ് ലെൻസ് ഉണ്ട്. അതിൽ നമുക്ക് 118 ഡിഗ്രി വരെ ഫീൽഡ് വ്യൂ ലഭിക്കുന്നുണ്ട്. പിന്നെ ഒരു 5 മെഗാപിക്സലിന്റെ മാക്രോ ലെൻസും 2 മെഗാപിക്സലിന്റെ ഡെപ്ത് സെൻസറും കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം LED ഫ്ലാഷും ഫിംഗർ പ്രിന്റ് സെൻസറും നമുക്ക് റിയർ സൈഡിൽ തന്നെ കാണാം. പിന്നെ ഈ സ്മാർട്ട് ഫോണിന്റെ റിയർ ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് 4K വീഡിയോസ് 30 ഫ്രെയിം പെർ സെക്കൻഡിൽ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. ഈ ഒരു ഡിവൈസിൽ നമുക്ക് 8 മെഗാപിക്സലിന്റെ സെൽഫി ക്യാമറയാണ് വരുന്നത്. f2.0 ആണ് അപ്പർച്ചർ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഡിസ്പ്ലേക്കകത്ത് വാട്ടർ ഡ്രോപ്പ് നോച്ചിന്റെ അകത്താണ് ഈ സ്മാർട്ട് ഫോണിന്റെ സെൽഫി ക്യാമറ വരുന്നത്. പിന്നെ നമ്മൾ ഈ ഒരു ഡിവൈസിന്റെ ബാറ്ററിയെ കുറിച്ച് നോക്കുന്ന സമയത്ത് 5000 mAh ഒരു മികച്ച ബാറ്ററി തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ നൽകിയിട്ടുണ്ട്. പിന്നെ USB Type-C പോർട്ടാണ് ഈ ഒരു ഡിവൈസിൽ വരുന്നത്. 3.5mm ഓഡിയോ ജാക്കും അവൈലബിൾ ആണ്. ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് എമറാൾഡ് ഗ്രീൻ അതുപോലെ തന്നെ ഡീപ് സാഫയർ ബ്ലൂ എന്നീ 2 കളേഴ്സിലാണ് വരുന്നത്. സോ ഫ്രണ്ട്സ്, ഇതൊക്കെയാണ് നമ്മുടെ Motorola One Fusion എന്ന ഡിവൈസിന്റെ ഫീച്ചേഴ്സ്. അപ്പോൾ നമ്മൾ ഓവറോൾ നോക്കുന്ന സമയത്ത് അത്യാവശ്യം തരക്കേടില്ലാത്തൊരു പെർഫോമൻസും അത്യാവശ്യം നല്ലൊരു ക്യാമറ സെറ്റപ്പും അതോടൊപ്പം മികച്ച ഒരു ബാറ്ററി ബാക്കപ്പും നമുക്ക് ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നുണ്ട്. ഡിസ്പ്ലേ ക്വാളിറ്റി ഒരു ആവറേജ് ആണെന്ന് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. അതുപോലെ തന്നെ ഈ ഒരു ഡിവൈസിന്റെ പ്രൈസിങ്ങിനെ കുറിച്ചും ലോഞ്ചിങ് ഡേറ്റിനെ കുറിച്ചും Motorola ഇതുവരെ ഒഫീഷ്യലായി ഒന്നും അറിയിച്ചിട്ടില്ല. Motorola One Fusion Plus എന്ന ഡിവൈസിന് ഏകദേശം 17,000 രൂപ പ്രൈസ് റേഞ്ച് ആണ് വന്നിരുന്നത്. അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോൺ ഏകദേശം 15,000 രൂപക്ക് താഴെയായിരിക്കും പ്രൈസ് വരുന്നത് എന്നാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ അടുത്ത മാസം, അതായത് ഓഗസ്റ്റിലായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യുന്നത്. സോ ഫ്രണ്ട്സ്, ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം, പിന്നെ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യാം. നാളെ 5 മണിക്ക് മറ്റൊരു പുതിയ ടെക്നോളജി വീഡിയോ വീണ്ടും കാണാം. ടിൽ ദെൻ സ്റ്റേ സേഫ്, ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ.